ബ്രിട്ടനിൽ 14 വർഷം നീണ്ട കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ ലേബർ പാർട്ടി അധികാരത്തിലെത്തി. 650 അംഗ പാർലമെന്റിൽ 400-ലേറെ സീറ്റുകളാണ് ലേബർ പാർട്ടി നേടിയത്. സ്റ്റാർമറാണ് പുതിയ പ്രധാനമന്ത്രി. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനകിന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടായത്. We did it! You campaigned for it, you fought for it, you voted for it, and now it has arrived. Change begins now. ലേബർ പാർട്ടി നേടിയത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഉജ്ജ്വല വിജയങ്ങളിലൊന്നാണ്. സാമ്പത്തിക പ്രതിസന്ധിയും കുടിയേറ്റവും ആരോഗ്യമേഖലയും മുഖ്യ ചർച്ചാ വിഷയങ്ങളായ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനകിന്റെയും കൺസർവേറ്റീവ് സർക്കാരിന്റെയും നയങ്ങൾ ജനം പാടെ തള്ളുകയായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ആദ്യ ഇന്ത്യൻ വംശജനും ഹിന്ദുമത വിശ്വാസിയും എന്ന വിശേഷണത്തോടെയാണ് സുനക് പടിയിറങ്ങുന്നത്. Today power will change hands in a peaceful and orderly manner with goodwill on all sides. That is something that should give us all confidence in our country's stability and future. The British people have delivered a sobering verdict tonight. There is much to learn and reflect on, and I take responsibility for the loss. 2022 ഒക്ടോബറിൽ ലിസ് ട്രസ് രാജിവെച്ചപ്പോഴാണ് അദ്ദേഹം ബ്രിട്ടന്റെ അധികാര കസേരയിൽ എത്തിയത്. കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടുള്ള തീവ്ര വലതു പാർട്ടിയായ റിഫോം UK ഉണ്ടാക്കിയ അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഇത്തവണത്തെ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മറ്റൊരു പ്രത്യേകത.